This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. നമസ്കാരം. മലയോര മേഖലയുടെ അതിമനോഹരമായ ഒരു പുറമാണ് ചെറുപുഴ. ചെറുപുഴ പട്ടണത്തിന് ഒരു അരഞ്ഞാണം പോലെ ഒഴുകുന്ന തേജസ്വിനി പുഴ. എന്നാൽ ചെറുപുഴ ടൗണിൻ്റെ ഓരം ചേർന്ന് കിടക്കുന്ന പ്രദേശം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. എന്നാൽ ഈ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നതോടെ ഏകദേശം ചിറ്റാരിക്കാൽ പാലത്തിനരികെ തൊട്ട് ഇവിടെ നിർമ്മിച്ച ഈ ഒരു തടയണയുടെ ഈ ഒരു ഭാഗം വരെ ഏകദേശം 1.5 കിലോമീറ്റർ സൗന്ദര്യവൽക്കരണത്തിനും അതുപോലെ പുഴയോരം കെട്ടി സംരക്ഷിച്ച് ടൂറിസം മേഖലക്കായി ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ള പദ്ധതി വിഭാവനം ചെയ്ത് ഗവൺമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും ഓവർസിയറും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഇനി സ്ഥലങ്ങൾ പരിശോധിക്കുകയും അതനുസരിച്ച് ഇവിടെ പുഴയോരം എത്രത്തോളം ഹൈറ്റിൽ കെട്ടണമെന്നും ഏതൊക്കെ രീതിയിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു. ഇനി അങ്ങോട്ട് ഇതിൻ്റെ മണ്ണ് പരിശോധന മുതൽ ബാക്കി വേണ്ട നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ കഴിഞ്ഞ ബജറ്റിലാണ് ഏകദേശം 3 കോടി രൂപയാണ് ഈ പുഴ കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 കോടിയോളം രൂപയാണ് ഇതിൻ്റെ പാർക്ക്, അതുപോലെ ഇവിടെ നടപ്പാത, അതുപോലെ ഇവിടെ സൗന്ദര്യവൽക്കരണത്തിനുമായി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുപുഴക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളുമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അംഗങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാം നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ചെറുപുഴ പുഴയോരം സംരക്ഷിക്കുന്നതിനുള്ള വികസന പദ്ധതിയുടെ ഭാഗമായി മേജർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി. കണ്ണൂർ ഡിവിഷനിൽ നിന്നുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേന്ദ്രൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിബിൻ പ്രതാവ്, ഓവർസിയർ സനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുഴയോരങ്ങളിൽ പരിശോധന നടത്തിയത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ കെ ഡി, ലീന വില്യം, ലളിത ബാബു, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ഉദ്യോഗസ്ഥർക്കൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു. ഉള്ള ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രപ്പോസൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 100 രൂപ ടോക്കൺ പ്രൊവിഷൻ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 കോടിക്കാണ് ഏകദേശം എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റിഗേഷനോ ബാക്കി കാര്യങ്ങളോ അറിഞ്ഞിട്ട് വേണം നമുക്ക് എത്ര രൂപ വരുമെന്നുള്ളത് പറയാനായിട്ട്. അപ്പോൾ നിലവിലുള്ള പുഴപ്പുറമ്പോക്ക് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലും വേറെ നിയമങ്ങളിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കിയത് പുഴയിൽ ധാരാളമായിട്ട് വേസ്റ്റും മറ്റും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആയത് ഈ പദ്ധതിയോടെ ചേർന്ന് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ അതും കൂടെ നോക്കുന്നതാണ്. നമുക്കിപ്പോൾ പെറ്റീഷൻ വന്നിരിക്കുന്നത് ഈ ഭാഗത്തെയാണ് പെറ്റീഷൻ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ബഡ്ജറ്റും പറഞ്ഞിരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേസമയം അപ്പുറത്തെ ആൾക്കാർ അത് കാസർഗോഡ് ജില്ലയാണ്. അവിടെ വേറെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ വേറെ വിങ്ങുണ്ട്. അവരാണ് ടേക്കപ്പ് ചെയ്യേണ്ടത്. ഇനി അതല്ല നമുക്കിപ്പം ഫണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാനായിട്ട് മുതിരുന്നതാണ്. അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുഴ സംരക്ഷണം മാത്രമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മേജർ ഇറിഗേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ മണ്ണ് പരിശോധന നടത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കണം. അതിനനുസരിച്ചാണ് എസ്റ്റിമേറ്റിൻ്റെ ബാക്കി. അത് മണ്ണ് പരിശോധന കഴിഞ്ഞ് അത് കൊടുത്ത് ഡിസൈൻ വന്നാലാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ആവുന്നത്. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ പിന്നീട് ബഡ്ജറ്റിനകത്ത് അതിൻ്റെ ടോക്കൺ പ്രൊവിഷൻ മാറ്റിയിട്ട് ഒറിജിനൽ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രിക് കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985242 മൊബൈൽ 6238064141.